നമസ്കാരം. എൻ്റെ കൈവശം ഇരിക്കുന്നത് വിവേകാനന്ദ റായ് എഴുതിയ ബംഗാളി ഓഫ് ബീറ്റ് സിനിമ ആഫ്റ്റർ സത്യജിത്ത് റായ് എന്ന പുസ്തകമാണ്. ബംഗാളി സിനിമകളോടുള്ള പ്രണയം വളരെ കുട്ടിക്കാലം തൊട്ട് എന്നിൽ പടർന്ന ഒന്നാണ്. അത് സിനിമ മാത്രമല്ല, ബംഗാളി നോവലുകൾ, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ബംഗാളി നോവലുകൾ, അതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേരുള്ള വംഗദേശത്തെ മണ്ണ്, അതേപോലെ ഇന്ത്യയുടെ നവോത്ഥാന ചിന്തകരും നവോത്ഥാന നേതാക്കളും വന്ന മണ്ണ്, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നിര, വിവേകാനന്ദനെയും ശ്രീരാമകൃഷ്ണനെ പോലുള്ള ആത്മീയ നേതാക്കളുടെ നിര, അതുപോലെ തന്നെ ബംഗാളി നാടോടി സംഗീതം, ഇതൊക്കെ കൊണ്ട് തന്നെ ബംഗാൾ എന്നുള്ളത് വളരെ ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു കാര്യമാണ്. ഒരു പച്ചപ്പാണ്, ഹൃദയത്തിൻ്റെയും ചിന്തകളുടെയും ഒരു പച്ചപ്പാണ്. അപ്പോൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ഒന്ന് സിനിമ കാണാനാണ്. നമുക്ക് പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ പീരീഡിൽ, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത പീരീഡിൽ ചില സെക്ടറൽ മജിസ്ട്രേറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ സമയം ചെലവഴിച്ചത് സിനിമകൾ കാണാനാണ്. അതിലേറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ളത് ബംഗാളി ഇറാനിയൻ സിനിമകളാണ്. 2 സിനിമകൾ എന്നെ അത്ഭുതകരമായി വശീകരിച്ച സിനിമകളാണ്. അതിൻ്റെ ആഖ്യാന ഭംഗിയുടെ കാര്യത്തിലായാലും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ, അതിൻ്റെ സിനിമ മൊത്തത്തിൽ ചെയ്യുന്ന ദാർശനികയുടെ കാര്യത്തിലായാലും, അതേപോലെ വിഷ്വൽ ലാംഗ്വേജ്, ദൃശ്യഭാഷയുടെ കാര്യത്തിലായാലും, ഏത് കാര്യത്തിലായാലും ഈ 2 പ്രദേശത്തിൻ്റെ 2 ഭൂമികയിൽ നിന്ന് രൂപം കൊണ്ട സിനിമകൾ എന്നെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തി. ബംഗാളി സിനിമകളുടെ കാര്യത്തിൽ ഒരുപാട് മഹാരഥന്മാർ പിറവി കൊണ്ട, സത്യജിത്ത് റായ് തൊട്ട് ഒരുപാട് പേർ, മൃണാൾ സെൻ ഉൾപ്പെടെ, പ്രതീക് കട്ടക് ഉൾപ്പെടെ ഒരുപാട് പേർ ഉദയം ചെയ്ത ദേശമാണ് ബംഗ്ലാദേശത്തെ സിനിമ. എങ്കിൽ ഈ കാലയളവിൽ ഞാൻ കണ്ട സിനിമകളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയ ഒരു സംവിധായകനാണ് ഋതുപർണ ഘോഷ്. ഋതുപർണ ഘോഷ് നവമാധ്യമങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം പ്രസക്തനാകുന്നത് ലിംഗത്വത്തെ സംബന്ധിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ലിംഗത്വത്തെ സംബന്ധിച്ച ഉള്ളടക്കങ്ങൾ തൻ്റെ സിനിമയിലൂടെ നറേറ്റീവ് ചെയ്യാൻ, ആഖ്യാനം ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഫ്യൂഡൽ മൂല്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സമൂഹത്തിൽ ലിംഗത്തെ സംബന്ധിച്ച, ലിംഗസംഘർഷങ്ങൾ സംബന്ധിച്ച സിനിമാറ്റിക് ആഖ്യാനങ്ങൾക്ക് വലിയ സാധ്യതയാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തെ, നമ്മുടെ പൊതുമണ്ഡലത്തെ കുറച്ചുകൂടി വിമലീകരിക്കുന്നതിന്, അല്ലെങ്കിൽ പരിഷ്കൃതമാക്കുന്നതിന്, അല്ലെങ്കിൽ നവോത്ഥാനം കൊണ്ടുവരുന്നതിന് സഹായകരമായിട്ടുള്ള സംവാദ മണ്ഡലം തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഋതുപർണ ഘോഷ്, അല്ലെങ്കിൽ ഋതു, ഈ ഒരു വിഷയം സിനിമയുടെ പതലത്തിലേക്ക് കൊണ്ടുവന്നതിന് വളരെ വലിയ രീതിയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഋതു കേവലം ഈ ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ നിർമ്മിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം തൻ്റെ സെക്ഷൽ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ തൻ്റെ ലിംഗത്തെ ഐഡൻറ്റിറ്റി സ്വയം സ്ത്രീയാണ് എന്ന് തിരഞ്ഞെടുത്ത ഒരാളും കൂടിയാണ്. പുരുഷപ്രകൃതനായി ജനിച്ചു, പക്ഷേ ജീവിച്ചത്, പിന്നീട് മാറിയത്, ട്രാൻസ്ഫോം ചെയ്തത് ഒരു സ്ത്രീ, ഫെമൈൻ നേച്ചറിലേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന ലിംഗപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ അത് അതിമനോഹരമായിട്ട് സിനിമാ ഭാഷയിലേക്ക്
ആഖ്യാനം ചെയ്യുന്നതിൽ വിജയിച്ച ഒരു സംവിധായകനാണ് ഋതുപർണ ഘോഷ്. ഋതുപർണ ഘോഷിൻ്റെ എല്ലാ സിനിമകളും, ഏറെക്കുറെ എല്ലാ സിനിമകളും തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രമേയം എന്നുള്ളത് ഈ ലിംഗസംഘർഷങ്ങളുടെ ഭൂമികയാണ് പ്രധാനമായും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഫെമിനിസ്റ്റ് വീക്ഷണത്തോടുകൂടി ലോകത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി നാച്ചുറലായിട്ട് കുറച്ചുകൂടി പ്രകൃതി വീക്ഷണത്തോടുകൂടി ലോകത്തെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ വലിയ രീതിയിൽ ആകർഷിച്ച ഒരു സിനിമാറ്റിക് സംരംഭങ്ങൾ ഉടലെടുത്തത് തീർച്ചയായിട്ടും ഋതുപർണ ഘോഷിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഞാൻ കണ്ട ഒരു സിനിമ, ആ സിനിമ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ആശയങ്ങളെ ഒരു ലിഖിത രൂപത്തിൽ ഞാൻ എഴുതി വെച്ചതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ പേര് അന്തർമഹൽ എന്നാണ്. അന്തർമഹൽ. അപ്പോൾ ഞാൻ ഈ കുറിപ്പിന് കൊടുത്ത ടൈറ്റിൽ അന്തർമഹൽ, അധികാരം, ലൈംഗികത, സ്ത്രീത്വം എന്നാണ്. ഞാൻ വായിക്കുകയാണ്. ബംഗാളിൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് അധികാരത്തിൻ്റെയും ലൈംഗികാവിഷ്കാരത്തിൻ്റെയും സ്ത്രീയുടെ ദുരിത ജീവിതത്തിൻ്റെയും കഥകൾ പറയുകയാണ് ഋതുപർണ ഘോഷ് തൻ്റെ അന്തർമഹൽ എന്ന സിനിമയിൽ. താരാശങ്കർ ബന്ദോപാധ്യായയുടെ പ്രതിമ എന്ന പേരിലുള്ള കൃതിയാണ് സിനിമയ്ക്ക് ആധാരമായി സ്വീകരിച്ചിട്ടുള്ളത്. ഭുവനേശ്വർ ചൗധരി, ജാക്കി ഷറഫ് അവതരിപ്പിച്ച കഥാപാത്രമാണ്. ഒരു ജമീന്ദാറാണ്. അയാൾക്ക് ബ്രിട്ടീഷ് രാജ്ഞിയെ പ്രീണിപ്പിച്ച് റായ് ബഹാദൂർ പട്ടം കരസ്ഥമാക്കണം. അതിനുള്ള മാർഗമായി അയാൾ കണ്ടിരിക്കുന്നത് ദുർഗാ പൂജയ്ക്കായി നിർമ്മിക്കുന്ന പ്രതിമയ്ക്ക് എലിസബത്ത് രാജ്ഞിയുടെ മുഖം കൊടുക്കുക എന്നതാണ്. അയാൾ അതിനായി തൻ്റെ സമ്പന്നമായ ഭവനത്തിലേക്ക് ഒരു ശില്പിയെ അഭിനയിച്ചിട്ട് അഭിഷേക് ബച്ചനാണ് കൊണ്ടുവരികയാണ്. അയാൾ പുറത്തെ ക്ഷേത്രസ്ഥലിയിൽ അതിനായുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ വീടിൻ്റെ അകത്തളത്തിൽ തൻ്റെ അധികാരത്തിൻ്റെയും കുലമഹിമയുടെയും പൈതൃകം കാക്കാൻ അയാൾക്ക് ഒരു സന്താനത്തെ വേണം. അയാൾ അതിനുള്ള വ്യഗ്രതയിലാണ്. സിനിമ ആരംഭിക്കുന്നത് തന്നെ ലൈംഗിക വേഴ്ചയുടെയും അതിൻ്റെ ഫലമായി കട്ടിലിൻ്റെ വലിയ താളാത്മകമായ ഞെരക്കങ്ങളിലൂടെയാണ്. സിനിമയുടെ ആദ്യാവസാനം ആ ഞെരക്കം നമ്മുടെ കാഴ്ചയെ പിന്തുടരുന്നുണ്ട്. ഭുവനേശ്വർ ചൗധരിയുടെ ആദ്യ ഭാര്യയാണ് മഹാമായ. രൂപ ഗാംഗുലി അവതരിപ്പിച്ച കഥാപാത്രമാണ്. എന്നാൽ അവൾക്ക് ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നീട് അയാൾ ചെഷോട്ടമിയെ സൊഹ അലി ഖാൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് രണ്ടാം ഭാര്യയായി സ്വീകരിക്കുന്നു. അവരുമായുള്ള അയാളുടെ ലൈംഗിക വേഴ്ചകളുടെ ദൃശ്യസമ്പന്നതകളും കട്ടിലിൻ്റെ ഞെരക്കവുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അയാളുടെ സന്താനത്തെ നേടാനുള്ള പരിശ്രമങ്ങൾ വൃഥാവിലാവുകയാണ്. എങ്കിലും പൗരോഹിത്യത്തിൻ്റെ ഉപദേശപ്രകാരം അയാൾ സംസ്കൃത മന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ പുരോഹിത സമക്ഷം ഭാര്യയുടെ വിസമ്മതം പരിഗണിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന അപമാനത്തിൻ്റെ പരമകാഷ്ഠയാണിത്. ആദ്യ ഭാര്യ മഹാമായ അയാളുടെ ലൈംഗിക ഇച്ഛകളിൽ നിന്ന് ബഹിഷ്കൃതയാണ്. കാരണം അയാളുടെ പൈതൃകം കാക്കാൻ പാകത്തിൽ സന്താനം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ട ആളാണ്. ഭുവനേശ്വർ ചൗധരി വിഷമില്ലാത്ത സർപ്പമാണ് എന്ന് അയാൾ എത്ര കടിച്ചാലും ഏൽക്കില്ല എന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. തന്നിലെ സ്ത്രീ സഹജമായ മോഹങ്ങൾ നിറവേറ്റാൻ അവൾ ശില്പിയിൽ ആകർഷയാകുന്നുണ്ട്. എന്നാൽ അയാൾ അവരെ ബഹുമാനത്താൽ മാതാവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. എങ്കിലും മഹാമായയെ ഭുവനേശ്വർ ചൗധരിക്ക് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. എലിസബത്ത് രാജ്ഞിയുടെ മുഖം പ്രതിമയിൽ കൊത്തണമെങ്കിൽ പാപപരിഹാരം എന്നോടെ അയാളുടെ ആദ്യ പട്ടമഹിഷിയെ മഹത്തായ വ്രതാനന്തരം 6-ാം ദിവസം 5 ബ്രാഹ്മണരെ ലൈംഗികമായി സേവിക്കണം. ഭുവനേശ്വർ ചൗധരി അത് അവരോട് ആവശ്യപ്പെടുകയാണ്. ആദ്യം അത് അയാളോട് സങ്കടവും അംശവും കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ പിന്നീട് മഹാമായ അതിന് തയ്യാറാകുന്നു. കാരണം ആ വേഴ്ചകളിൽ നിന്ന് ഒരു കുഞ്ഞു പിറന്നാലോ എന്ന് അവൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രസ്തുത ദിവസം അവൾ അതിന് പാകമാകാത്ത വിധം ഋതുമതിയാകുകയാണ്. എങ്കിലും നിസ്സഹായതയോടെ അവൾ വേഴ്ചകൾ ആഗ്രഹിക്കുന്നു. സമാന്തരമായി ക്ഷേത്രത്തിൽ പ്രതിമയുടെ പണി പുരോഗമിക്കുകയാണ്. ദുർഗാപൂജ ദിവസം എലിസബത്ത് രാജ്ഞിയുടെ മുഖമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യണം. അതിനായുള്ള തയ്യാറെടുപ്പിലാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിയായ വാർത്തകൾ ഓരോ ഘട്ടത്തിലും മേൽപോട്ട് അയച്ചിട്ടുണ്ട്. എന്നാൽ അനാച്ഛാദനം ചെയ്ത പ്രതിമയുടെ മുഖം കണ്ട് ഭുവനേശ്വർ ചൗധരി അടക്കം സകലരും ഞെട്ടുന്നു. പ്രതിമയ്ക്ക് ചൗധരിയുടെ 2ാം ഭാര്യയായ ജഷോട്ടമിയുടെ മുഖം. ഒരു കലാകാരൻ്റെ ശില്പിയുടെ കരങ്ങളിലാണ് സ്ത്രൈണപ്രകൃതി ഭംഗിയായി അതിൻ്റെ ലൈംഗികാവിഷ്കാരം നടത്തുന്നത്. അതിനു മുമ്പിൽ അധികാരവും ചെങ്കോലും പൈതൃകവും എല്ലാം നിഷ്പ്രഭമാവുകയാണ്.
ശില്പിക്ക് എന്ത് സംഭവിച്ചു എന്ന് സിനിമ പറയുന്നില്ല. എന്നാൽ ജഷോട്ടമ്മയുടെ ഒരു തുണ്ട് കയറിൽ കുരുങ്ങിയാടുന്ന മൃതദേഹ കാഴ്ചയിൽ സിനിമ അവസാനിക്കുകയാണ്. അയാൾ ഒരു പാമ്പാണ്, വിഷം കുത്തിവെക്കാൻ കഴിയാത്ത പാമ്പ്. ഇതാണ് ആ സിനിമ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ നിരൂപണ രൂപേണയുള്ള ലിഖിതം എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുന്നത് വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തെ ഇത്രമേൽ ഭംഗിയായി, സ്ത്രീ പുരുഷ ബന്ധത്തെ ഇത്രമേൽ ഭംഗിയായി മറ്റൊരു സിനിമയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.